നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മാവ? എടാ, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നീ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. എന്താ കാരണം? അവളൊരു ചായ ആയിട്ട് എന്റെ മുന്നിൽ ഒന്ന് നിൽക്കുക. ആ ഇവൾ അടുക്കളയിൽ കയറിയോ? ആ നീ ഞെട്ടിയില്ലേ? ആ അതാ. അത് കൊള്ളാലോ. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആ കുന്നുംപുറത്ത് അമ്മണിയമ്മയുടെ കാര്യം പറഞ്ഞപ്പോ അവരൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ആ കാര്യം പറഞ്ഞ അവളെ നിർബന്ധിച്ചതാ. ആ അപ്പൊ അവള് കൂട്ടാക്കിയില്ല. ഇപ്പൊ ദേ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് വന്നിരിക്കുക. അവിടം വരെ പോകണ്ടേ, അമ്മണിയമ്മയെ കാണണ്ടേന്ന്. എന്ന് പറഞ്ഞാല് അമ്മാവന്റെ ഉപദേശങ്ങളും ഭീഷണിയൊക്കെ ഫലിച്ചു തുടങ്ങി. അതായിരിക്കും അല്ലേ? എന്റെ ശിവനെ, അതെ, അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവക്ക് നല്ല മാറ്റം ഉണ്ട് അമ്മാവ. ഇപ്പൊ ഈ പെരുമാറിയതിലൊന്നും ഒരു കൃത്രിമത്വം എനിക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും അമ്മാവൻ ചെല്ല്. ഓ, എന്താണെന്ന് അറിഞ്ഞൂടാ. അവളൊന്ന് ചിരിച്ച് പെരുമാറിയപ്പോ മനസ്സിന് വല്ലാത്ത ഉത്സാഹം. ഇതല്ലാണ്ട് വേറെ എന്ത് പ്രതീക്ഷിക്കാനാ? എന്നാ ശരിയടാ, ഞാനേ വന്നിട്ട് കാര്യങ്ങൾ പറയാം. ആ വേണുവേ, പാവം അമ്മാവൻ അവളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അവക്ക് മനസ്സിലാവാതെ പോയല്ലോ. അതിനെന്താ, മനസ്സിലാക്കി തുടങ്ങില്ലേ? മാറി തുടങ്ങിയല്ലോ. വീണ നല്ല കുട്ടിയാ. വാ, നമുക്കെന്നാ പോവാം. നിന്നെ ഇവിടെ വെച്ച് കാണുമെന്ന് അമ്മ ഒരിക്കലും കരുതിയില്ല. അമ്മേനെ ഒരിക്കലെങ്കിലും കാണാൻ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. വീട്ടിൽ നിന്ന് അമ്മ അങ്ങനെ ഇറങ്ങിപ്പോയതില് എനിക്കും അച്ഛനും വല്ലാത്ത കുറ്റബോധമുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടതല്ലേ. മോളെ ക്ഷമയൊന്നും പറയണ്ട. എന്താ മോളുടെ കവിളില്? അത് ഇന്നലെ വാതിലിന്റെ പടിയിൽ വെച്ച് മോള് വാ. വാ. മനസ്സിൽ ഒരുപാട് നന്മയുള്ളതുകൊണ്ട് കള്ളം പറയാൻ എന്റെ കുട്ടിക്ക് അറിഞ്ഞൂടാ. ഇത്രമാത്രം എന്ത് പ്രശ്നമാ കുട്ടി നിന്റെ അച്ഛന്റെയും ജീവിതത്തില്? അമ്മയെ ചികിത്സിച്ച് കടം ബാക്കിയാക്കി അമ്മ പോയി. ഞാനും അച്ഛനും അത് വീട്ടിലല്ലേ പറ്റൂ. എങ്ങനെയെങ്കിലും. ഒരുപാട് കാശുണ്ടോ നളിനിക്ക് കൊടുക്കാൻ? ഉണ്ട്. അച്ഛനെ കൊണ്ട് കൂട്ടിയ കൂടാത്ത അത്രയുണ്ട്. സോറി അമ്മേ, അമ്മയുടെ കൂടെ നടക്കാനുള്ള ഭാഗ്യമില്ല. അമ്മയുടെ മോളാവാനുള്ള യോഗമില്ല. മോള് വിഷമിക്കണ്ട. അകലാൻ 1000 കാരണങ്ങളുണ്ടെങ്കിലും ഇപ്പൊ പോലും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ വിധിയാ. ദൈവത്തിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് മനുഷ്യനെ കൊണ്ട് ഒന്നും സാധിക്കില്ല. മോള് വാ, നമുക്ക് നടയിലേക്ക് പോവാം. ഇന്നോ? എടി, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞാ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാം. ശരി. വേനൽ കടത്തുകൊണ്ടാവും
എല്ലാം ഉണക്കയാണല്ലോ ദിവാകര. ശ്ശേ. അതെ, 2 വണ്ടി നാളികേരം നമ്മുടെ കറക പടത്തേക്ക് അയക്കണം കേട്ടോ. ആ എടി ഞാൻ ഇറങ്ങുവാണേ. ശരി. ആ നീ എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിലേക്ക് പോവാച്ചാ. ഈ വെയിൽ എത്തുന്ന സമയത്തോ? എടി പിന്നെ നിനക്കിന്ന് രാവിലെ തന്നെ ഇറങ്ങാമായിരുന്നല്ലോ. അത് സാരമില്ല, നട അടച്ചിട്ടുണ്ടാവില്ല. ആ എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മാവ, ഈ വെയിലത്ത് ഓടിച്ചു വന്നിട്ടാവും. ഇവിടെ ഒരുത്തി വെയിലും കൊണ്ട് അമ്പലത്തിലോട്ട് പോവാൻ നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കൊണ്ടൊന്ന് വിട്. വേണ്ടച്ചാ, വെറുതെ ഹരിയേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നീ കയറിക്കേ. വേണ്ട ഹരിയേട്ടാ, ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. അതെ, പോകുന്നുണ്ടെങ്കിൽ നീ ഹരിയുടെ കൂടെ പോയാ മതി. എങ്ങനെയാ, പോകുന്നുണ്ടോ? ആ പോട്ടെ. നീ പോയിട്ടോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ, ഹരിയേട്ടൻ കാത്തു നിൽക്കണ്ട, പൊയ്ക്കോളൂ. അത് ശരിയാവില്ല. നിന്നെ തിരിച്ചുകൊണ്ടുപോയി വിട്ടില്ലെങ്കിലേ അമ്മാവൻ എന്നോടാ ചോദിക്കുക. എന്താ ഹരിയേട്ടാ ഇത്? ദൈവത്തിനോട് എനിക്ക് തിരക്കുണ്ട്, പെട്ടെന്ന് പോണോന്ന് പറയാൻ പറ്റുമോ? ഒരു മനസമാധാനത്തിന് വേണ്ടിയല്ലേ തൊഴാൻ വരുന്നേ? ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് അങ്ങനെയല്ലേ പോരേണ്ടത്? അതൊക്കെ ശരിയാ, പക്ഷേ ദേ, എനിക്ക് മാറാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ എന്നെ സംശയത്തോടെ നോക്കുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ തന്നെ കയറുന്നില്ല. നമുക്ക് തിരിച്ചു പോവാം. അല്ല, ഇവിടെ വരെ വന്നിട്ട് കാത്തു നിൽക്കുന്ന ഹരിയേട്ടന് ബുദ്ധിമുട്ട്, അകത്ത് നിൽക്കുന്ന എനിക്ക് തന്ത്രപ്പാട്. അതുകൊണ്ടല്ലേ പറയുന്നേ, തൊഴുത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. പ്ലീസ് ഹരിയേട്ടാ. എങ്കിൽ ശരി, ആയിക്കോട്ടെ. ആ അതെ, ഈ അധികം ഭക്തിയില്ലാത്ത ആൾക്കാര് ഭക്തി തുടങ്ങിക്കഴിഞ്ഞാലേ പിന്നെ ആദ്യം തന്നെ ആയിപ്പോകുന്നൊരു ഏർപ്പാടുണ്ട്. അങ്ങനെ ആവില്ലല്ലോ അല്ലേ? എന്തായാലും അതില്ല. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.